വാക്യമായി വായിക്കാം. Psalms 27, 27-ാമത്തെ സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. അതിൻ്റെ 13, 14 വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാവരും എടുത്തൊന്ന് വിശ്വസിക്കുന്നു, വായിക്കുന്നു. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. യഹോവയെ ഞാൻ ഉറക്കി വിളിക്കുമ്പോൾ കേൾക്കണമേ, എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരം അരുളണമേ. നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ, അടിയനെ കോപത്തോടെ നീക്കിക്കളയരുതേ. നീ എനിക്ക് തുണയായിരിക്കുന്നു, എൻ്റെ രക്ഷയുടെ ദൈവമേ. എന്നെ തള്ളിക്കളയരുതേ, ഉപേക്ഷിക്കുകയും അരുതേ. യഹോവേ, നിൻ്റെ വഴി എന്നെ കാണിക്കണമേ, എൻ്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. ചേർന്ന് വായിക്കുക 13, 14 വാക്യങ്ങൾ. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. ദൈവസന്നിധിയിൽ പ്രത്യാശയുള്ള ദൈവജനം ഒന്നിച്ച് ദൈവത്തിന് മഹത്വം കരയറ്റിയാട്ടെ, ദൈവത്തിന് സ്തുതി അർപ്പിച്ചാട്ടെ. സന്തോഷത്തോടെ സമാധാനത്തോടെ ദൈവം നമ്മളെ ഇവിടെ ആക്കി തീർത്തതിനെ ഓർത്ത് നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തുതി അർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. ആരും മൗനമായിരിക്കാതെ ദൈവത്തിന് സ്തുതി അർപ്പിച്ചാട്ടെ. സ്തുതി സ്തോത്രയാഗങ്ങളാൽ ദൈവത്തിന് മഹത്വം കരയറ്റിയാട്ടെ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ അൻപുള്ള ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ ദൈവത്തിൽ സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ ആരാധനയിൽ കടന്നു വരുവാനും ദൈവം ഹല്ലേലൂയ ഞങ്ങൾക്ക് ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അങ്ങ് നല്ല സമയത്തിനായി സ്തോത്രം. പാട്ടുകൾ പാടുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തി കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവജനം ഹല്ലേലൂയ വളരെ ദാഹത്തോടെ പ്രതീക്ഷയോടെ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നതിൽ കർത്താവേ, ഏതെല്ലാം വിഷയത്തിൽ മേൽ അവർ ഭാരപ്പെടുന്നു ആ വിഷയത്തിന്മേൽ സ്വർഗത്തിലെ ദൈവമേ അവർക്ക് വേണ്ടി അത്ഭുത കരങ്ങൾ ദൈവം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു താവേ. ഇന്ന് കടന്നു വന്ന് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു താവേ. ഞങ്ങൾക്ക് നല്ല സങ്കീർത്തനത്തിനായി സ്തോത്രം പറയുന്നു. ദൈവം അനുഗ്രഹിച്ചാട്ട് കർത്താവേ. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളും അനുഗ്രഹമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു, യേശുവിനുള്ള നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവർക്കും ദൈവസന്നിധിയിലിരിക്കാം. വളരെ അനുഗ്രഹീതമാകുന്ന നല്ല സമയത്തിനായി നന്ദിയോടെ ദൈവത്തിൽ സ്തോത്രം ചെയ്യുന്നു. ഈ ദൈവസഭയിൽ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഏഴയാകുന്ന അടിയനെ ദൈവം ഒരുക്കിയ നല്ല സാവകാശങ്ങൾക്കായി നന്ദിയോടെ ദൈവത്തിൽ സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും അത്ഭുതകരമായി അതിശയകരമായി ദൈവം നമ്മളെ ആക്കിയ സ്ഥാനങ്ങളിൽ വിശ്വസ്തയോടെ ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ സഭയിൽ ഞാൻ 2ാമത്തെ തവണയാണ് ഇവിടെ കടന്നു വരുന്നത്. ഞാൻ ഇപ്സച്ചിലാണ് എൻ്റെ സ്ഥലം. ഞാനിവിടെ പ്രിയ ദേവദാസനോട് ഉള്ള ബന്ധത്തിലാണ് ഇവിടെ കടന്നു വരാനായിട്ട് തീർന്നത്. എൻ്റെ മൂത്ത ജ്യേഷ്ഠനും ആൻറ്റിയും ഒന്നിച്ചായിരിക്കുവാൻ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് ദൈവം അവസരങ്ങളെ ഒരുക്കി. ഈ കണ്ട നാൾ മുതലേ ദൈവസ്നേഹത്തിലായിരിക്കാനൊക്കെ ദൈവം തരുന്ന നല്ല അവസരങ്ങൾക്കായി നന്ദിയോടെ ദൈവത്തിൽ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ബന്ധങ്ങൾക്കുപരി ആത്മീയ മേഖലകളിൽ ശുശ്രൂഷകളിലൊക്കെയും ഞങ്ങളെ ആക്കിയിരുന്നിടത്തൊക്കെ ഞങ്ങൾ വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി വേല ചെയ്യുവാനൊക്കെ ദൈവം ഞങ്ങളെ റെഡിയാക്കിയ നല്ല കൃപകൾക്കായും നന്ദിയോടെ ദൈവത്തിൽ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ സഭയുടെ നേതൃനിരയിലുള്ള പ്രിയ ഇബിച്ചായനെ, അതുപോലെ വാത്സല്യ പല പരിചിതമുള്ള മുഖങ്ങളുണ്ട്. എല്ലാവരെയും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായി അറിയിക്കുന്നു. നമുക്ക് ദൈവം തന്ന എല്ലാ നന്മകളെ ഓർത്ത് ഒരിക്കൽക്കൂടെ മൗനമായിരിക്കാതെ ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചാട്ടെ. സന്തോഷത്തോടെ ദൈവം നമ്മളെ കൂട്ടി വന്ന കൃപയ്ക്കായി സ്തോത്രം. ജീവനുള്ളവരുടെ ദേശത്ത് ദൈവത്തിൻ്റെ ഒരു ഉത്തമ സാക്ഷിയാക്കി ദൈവം നമ്മളെ കൊണ്ടുവന്നതിനെ ഓർത്ത് സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം കരയറ്റിയാട്ടെ. ഹല്ലേലൂയ. കാലങ്ങൾ അധികമില്ല. സംഭവങ്ങൾ ഓരോന്നും വിളിച്ചറിയിക്കും നമ്മുടെ കർത്താവ്. ഏറ്റവും സമയം അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് മൗനമായിരിക്കാതെ ദൈവത്തിന് സ്തുതി അർപ്പിച്ചാട്ടെ. നല്ലൊരു
വലിയൊരു സങ്കീർത്തനമാണ് നമുക്ക് വായിച്ച് കേൾക്കാനിടയായി തീർന്നത്. 27-ാമത്തെ സങ്കീർത്തനം നമ്മളിൽ പലർക്കും വളരെ സുപരിചിതമായ ഒരു സങ്കീർത്തനമാണ് 27-ാമത്തെ സങ്കീർത്തനം. ഇവിടെ പല കുഞ്ഞുങ്ങൾക്കത് ഒരുപക്ഷെ മനഃപ്പാഠമായിരിക്കാം ഈ സങ്കീർത്തനമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ പല ആവർത്തി പ്രാർത്ഥനാ വാചകങ്ങളിലൂടെയൊക്കെ ഈ വാക്യങ്ങൾ കോട്ട് ചെയ്യുന്നതൊക്കെ കേൾക്കാറുണ്ട്. ഇങ്ങനെ പറയുന്നത് ഇതുകൊണ്ട് ഒരു ഭക്തനായ ഒരു പ്രതീക്ഷയില്ലാതെ വളരെ വേദനയോടെ ഒരു വേദനയുടെ നടുവിൽ ആയിരുന്നപ്പോൾ അദ്ദേഹം എഴുതിയൊരു സങ്കീർത്തനമാണ്, ദൈവമേ നീയാണ് എൻ്റെ വെളിച്ചം, നീയാണ് എൻ്റെ രക്ഷ എന്ന് പറഞ്ഞ് ആ മനോഹര സങ്കീർത്തനം ഇങ്ങനെ തുടങ്ങുന്നത് നമുക്ക് കാണാനിടയായിത്തീർന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രതീക്ഷയാണ്, വലിയൊരു ആഗ്രഹമാണ് ആ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിക്കുന്നു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം എനിക്കൊന്ന് കാണണം, യഹോവയുടെ മനോഹരത്വം എന്ന് എനിക്ക് കാണണം. ഈ ആരാധനയിൽ ഇവിടെ ആരാ നമ്മൾ കാണാനാണ് വന്നിരിക്കുന്നത്? ദൈവത്തിൻ്റെ മനോഹരത്വം, ആ ദൈവം ചെയ്ത നന്മകളെ ഒരിക്കൽ കൂടെ വർണ്ണിക്കുവാൻ നമുക്ക് കൂട്ടി വന്ന കൃപയ്ക്കായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ആരെ കാണാനോ ആരെ കാണിക്കാനോ അല്ലല്ലോ വന്നിരിക്കുന്നത്, ദൈവത്തെ മുഖത്ത് കരയറ്റുവാനല്ലേ. അങ്ങനെയെങ്കിൽ സന്തോഷത്തോടെ ദൈവത്തിന് മുഖത്ത് കരയറ്റിയാട്ട്. ഈ സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണെന്ന് നമ്മൾ പറയുവാനിടയായി തീർന്നല്ലോ. ഇവിടെ ആ പ്രാരംഭമാകരുത്, ദൈവമേ ഞാൻ നിൻ്റെ മുഖം അന്വേഷിക്കുന്നു. ഞാൻ ഒരു വാക്യത്തിൽ നിന്നുകൊണ്ട് 1-2 കാര്യങ്ങൾ ചിന്തകൾ പറയുവാൻ ഞാൻ ദൈവത്തെ ശരണപ്പെടുന്നു. അതിൻ്റെ 8-ാമത്തെ വാക്യം, എൻ്റെ മുഖം അന്വേഷിക്കുവിൻ എന്ന് നിന്നിൽ നിന്ന് കൽപ്പന വന്ന് എന്ന് എൻ്റെ ഹൃദയം പറഞ്ഞു. യഹോവേ ഞാൻ നിൻ്റെ മുഖം അന്വേഷിക്കുന്നു. ഈ ഭൂമിയിൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഭക്തനായ ദാവീദ് പറയാണ്, എനിക്ക് നിൻ്റെ മുഖം അന്വേഷിക്കണം. എനിക്ക് മറ്റൊന്നും അല്ല വേണ്ടത്, മറ്റുള്ള കാര്യങ്ങളൊന്നുമല്ല, മറ്റുള്ള നേട്ടങ്ങളോ മറ്റുള്ളതൊന്നുമല്ല എനിക്ക് വേണ്ടത്, എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ മുഖം ഒന്ന് കാണണം. ആ ഭക്തൻ്റെ ആഗ്രഹം നോക്കണേ. ഈ സ്വന്തം കുടുംബത്തിൽ നിന്ന് അദ്ദേഹത്തിന് പ്രതികൂലമുണ്ട്. അതെ, മകൻ എതിര് നിൽക്കുന്നു, ഒരു രാജ്യം മുഴുവൻ എതിര് നിൽക്കുന്നു. അതിൻ്റെ നടുവിൽ അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ ആഗ്രഹം ഇതാണ്, എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ മുഖം ഒന്ന് കാണണം. ഇന്ന് ഈ ഹാളിൽ, ഈ സഭാരാധനയിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരോടും ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്ന എത്ര പേർ ഈ യോഗത്തിന് നടുവിലുണ്ട്? ഹല്ലേലൂയ. അവരെ ദൈവം അറിയുന്നു. അവർക്ക് വേണ്ടി മുഖം കാണിക്കുവാനായി, ആ സാന്നിധ്യം കാണിക്കുവാനായി ആ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുകയാണ്. എൻ്റെ മുഖം അന്വേഷിക്കുവിൻ. അതിനൊന്നു അത് ഇടപെടാതെ ഞാൻ അന്വേഷിക്കുകയാണ്. സെൻറ്റ് അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു തിയോളജിയൻ, ഒരു വേദപഠിതാവ്, അദ്ദേഹം പറഞ്ഞാണ്, ദൈവം നമ്മെ എല്ലാവരെ സ്നേഹിക്കുന്നത് ലോകത്തിൽ ഒരാളെ ഉള്ളൂ എന്നുള്ള തലത്തിലാണ്. ഭൂമി നീ മാത്രമേ ഉള്ളൂ എന്നുള്ള തലത്തിലാണ് ദൈവം നിന്നെ സ്നേഹിക്കുന്നത്. അതായത് ഓരോരുത്തരെയും ദൈവം സ്നേഹിക്കുന്നത് നീ മാത്രമേ ഭൂമിയിലുള്ളൂ എന്നുള്ള തലത്തിലാണ്. അങ്ങനെയാണ് ദൈവം സ്നേഹിക്കുന്നത് എന്നാണ് സെൻറ്റ് അഗസ്റ്റിൻ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സ്നേഹം പോലെയാണ്, ഒരു നദി പോലെയാണ്. ഒരു തടാകം പോലെ കെട്ടിക്കിടക്കുന്നതല്ല, ഒരു നദി പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സ്നേഹം പോലെയാണ് ദൈവത്തിൻ്റെ സ്നേഹം. അങ്ങനെയാണെങ്കിൽ ആ സ്നേഹം ഇന്നും ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ഹൃദയങ്ങളിലൂടെ ആ ദൈവസ്നേഹം ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ഹല്ലേലൂയ. സന്തോഷമുണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ ദൈവത്തിന് മഹത്വം കരയുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പഴയ നിയമത്തിലെ ഒരു വ്യക്തിയെ നിങ്ങളുടെ മുന്നിൽ ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. യഹോശാഫാത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി നമുക്കറിയാം. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 18-ാം അധ്യായം 20-ാം അധ്യായത്തിലൊക്കെ യഹോശാഫാത്തിനെ നമുക്ക് കാണാനെടുത്തിരാം. ഞാനത് വാക്യങ്ങളെടുത്ത് വായിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പറയുന്നു, 25 വർഷം യഹൂദയിൽ രാജാവായിരുന്ന വ്യക്തിയായിരുന്നു യഹോശാഫാത്ത് എന്ന് പറയുന്ന രാജാവ്. നോക്കണേ, ദൈവവചനത്തിന് വേണ്ടി വിശുദ്ധിയോടെ നിലകൊണ്ട ഒരു രാജാവായിരുന്നു യഹോശാഫാത്ത് എന്ന് നമുക്ക് കാണാൻ ഇടയായിത്തീരുന്നു. ജനത്തെ നോക്കണമേ, അവർ പല ദൈവങ്ങളുടെ പുറകെ പോയപ്പോൾ ദൈവത്തെങ്കിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവന്ന ഒരു ശ്രേഷ്ഠനായ ഒരു രാജാവായിരുന്നു യഹോശാഫാത്ത് എന്ന് പറയുന്ന രാജാവെന്ന് കാണാം. ആ സമയത്ത് സമൃദ്ധിയുടെ കാലഘട്ടമായിരുന്നു. യഹൂദയിൽ മറ്റുള്ള രാജാക്കന്മാർ ഭരിച്ചപ്പോൾ പലവിധ പീഡകളും അതുപോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഇന്ന് യഹോശാഫാത്ത് ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യനായതുകൊണ്ട് ആ സമൃദ്ധിയുടെ കാലഘട്ടമായിരുന്നു യഹോശാഫാത്തിൻ്റെ കാലഘട്ടമെന്ന് നമുക്ക് കാണാനിടത്തിരുന്നു. നോക്കണേ, 18-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ആരെങ്കിലും എടുത്തെങ്കിലും ഒരാളെന്ന് വായിച്ചാട്ടെ. 2 ദിനവൃത്താന്തം 18-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം എന്ന് വായിച്ചാട്ടെ. വായിച്ചു? ഇല്ലെങ്കിൽ ഞാൻ വായിക്കാം. യഹോശാഫാത്തിന് ധനവും മാനവും വളരെ ഉണ്ടായിരുന്നു.
അവൻ ആഹാബിനോട് സംബന്ധം കൂടി. നോക്കണേ, യഹോശാഫാത്ത് എന്ന് പറയുന്ന നല്ലവനായ, രാജ്യത്തെ നല്ലവണ്ണം നോക്കുന്ന, ദൈവജനത്തെ ശ്രേഷ്ഠകരമാകുന്ന രീതി നടത്തുന്ന ഈ രാജാവുണ്ടല്ലോ, ധനമുണ്ടായപ്പോൾ, മാനമുണ്ടായപ്പോൾ അവൻ ദുഷ്ടനായ ആഹാബിനോട് എന്ന് സംബന്ധം കൂടി. അല്ലേ? ധനമുള്ളപ്പോൾ, മാനമുള്ളപ്പോൾ, അംഗീകാരമുള്ളപ്പോഴല്ലേ നമ്മളെന്ത് ചെയ്യുന്നത്? നമുക്ക് കൂടുതൽ പല ബന്ധങ്ങളിലേക്ക് ചെന്ന് പെടുന്നത്. അല്ലേ? ഇവിടെ ഇതാ അദ്ദേഹത്തിന് പറ്റിയത്. യഹോശാഫാത്തിന് ധനമുണ്ടായിരുന്നു, മാനമുണ്ടായിരുന്നു, എല്ലാ ശ്രേഷ്ഠതകളും ഉണ്ടായിരുന്നു. രാജ്യ സമ്പൽ സമൃദ്ധിയിൽ കടന്നുപോയപ്പോൾ ദുഷ്ടനായ ആഹാബുമായി പോയി ചങ്ങാത്തം കൂടുന്ന ഒരു യഹോശാഫാത്തിനെ നമുക്ക് കാണാൻ ഇടയായിത്തീരുന്നു. എന്നാൽ നോക്കണേ, ഈ ആഹാബുമായിട്ട് യുദ്ധം നടത്തി കഴിഞ്ഞിട്ട് യഹോശാഫാത്തിൻ്റെ ജീവിതം നിങ്ങൾ 18-ാം അധ്യായത്തിലേക്ക് കാണണം. അത് കഴിഞ്ഞിട്ട് 20-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചിട്ട് 20-ന്റെ 1 വായിച്ചോട്ടെ, ഒന്ന് കാണിക്കാമോ സ്ക്രീനിൽ? 20-ന്റെ 1. അതിൻ്റെ ശേഷം മോവാബ്യരും അമോന്യരും അവരോടുകൂടെ മെയൂന്യരിൽ ചിലരും യഹോശാഫാത്തിൻ്റെ നേരെ യുദ്ധത്തിന് വന്നു. യുദ്ധം ഉണ്ടാകുകയെന്നല്ല, പ്രതിസന്ധി ഉണ്ടാകുകയെന്നല്ല. നോക്കണേ, ആഹാബുമായിട്ട് വളരെ സൗഹൃദത്തിൽ പോകുമ്പോഴാണ് പ്രതിസന്ധികൾ കടന്നു വരുന്നത്. അന്നേരം ഉണ്ടല്ലോ, അത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ആഹാബിനെ കൊണ്ട് എൻ്റെ രാജ്യത്തെ രക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ചെയ്യുന്ന കാര്യമാണ്, യഹോവയെ അന്വേഷിക്കുവാൻ ആര് തയ്യാറായി? യഹോശാഫാത്ത് തയ്യാറായി. യഹോശാഫാത്ത് എന്ത് തയ്യാറായി? ദൈവത്തെ അന്വേഷിക്കണം. ആഹാബുമായിട്ട് കൂടി നടത്തുന്ന കാര്യമില്ല, ദൈവത്തെ അന്വേഷിക്കണം. എൻ്റെ വാത്സല്യ പ്രിയപ്പെട്ടവർ, ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഈ ലോകത്തിൽ എന്തെല്ലാം ആശ്രയങ്ങൾ വെച്ചോ, നിങ്ങളുടെ വീടിലോ നിങ്ങളുടെ സമ്പത്തിലോ നിങ്ങളുടെ ആശ്രയം പലതിലും ആയിക്കൊള്ളാം. പക്ഷേ ഒരു പ്രതിസന്ധി വരുമ്പോൾ മാത്രമല്ല ദൈവത്തിൽ ആശ്രയിക്കേണ്ടത്. പ്രതിസന്ധി വരുന്നതിനപ്പുറം ദൈവത്തിൽ നിങ്ങൾ ആശ്രയിക്കുവാൻ ഇടയായിത്തീരണം. യഹോശാഫാത്ത് ദൈവത്തിൽ ആശ്രയിക്കുവാൻ ഇടയായിത്തീർന്നു, അന്വേഷിക്കുവാൻ താല്പര്യപ്പെട്ടു. ഭയം വന്നപ്പോൾ ദൈവത്തെങ്കിലേക്ക് ആശ്രയം വെക്കുന്നത് കാണാനെടുത്തിരുന്നു. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ മാത്രമേ ഒരു വിജയം ഉണ്ടാകുള്ളെന്ന് ഈ യഹോശാഫാത്തിന് അറിയാം. ലോകത്തിൽ ഏതെങ്കിലും മുഖത്തേക്ക് നോക്കിയാലോ, ആരിലേക്ക് നോക്കിയാലോ അവിടെയൊക്കെ പരാജയം സംഭവിക്കും. ഒരിക്കൽ കുറേ നാള് യാക്കോബ് ലാബാൻ്റെ കൂടെ പാർത്തു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ലാബാൻ്റെ മുഖം വാടിയെന്നാണ് പറയുന്നത്. ലാബാൻ്റെ മുഖം മാറിപ്പോയി. കുറേ നാൾ മനുഷ്യരിലൊക്കെ ആശ്രയിച്ചു, കുറേ നാൾ മനുഷ്യർ ഡിപ്പെൻഡ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോഴാണ് പറഞ്ഞ ലാബാൻ്റെ മുഖം അങ്ങ് മാറിത്തുടങ്ങിയെന്ന്. കാര്യം പറഞ്ഞ അമ്മായി പിറകിയ നോക്കേണ്ടതല്ലേ, പക്ഷേ മുഖം മാറുവാനിടയായി തീർന്നു. കായിൻ്റെ മുഖം മാടി എന്ന് കാണാനിടയായി തീർന്നു. അതുപോലെ തന്നെ ഈ സങ്കീർത്തനത്തിൽ തന്നെ ദാവീദ് പറഞ്ഞു, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും എന്നെ ചേർത്ത് കൊള്ളുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം കരേറ്റിയാട്ടെ. ഹല്ലേലൂയ. പ്രതിസന്ധി വന്നപ്പോൾ യഹോശാഫാത്ത് ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കാൻ തയ്യാറായി. ആ രാജ്യത്തെങ്ങും അവൻ ഉപവാസം പ്രഖ്യാപിക്കുന്ന കാണുവാനെടുത്തിരുന്നു. അതുകൊണ്ട് പരാജയമല്ല സംഭവിച്ചത് കേട്ടോ. അറിയാമല്ലോ, ഇന്നുവരെ ചരിത്രത്തിൽ കേട്ടിട്ടില്ലാത്ത വിധത്തിൽ ഇസ്രായേൽ അവിടെ ജയിക്കുന്നത്, യഹൂദ അവിടെ ജയിക്കുന്നത് നമുക്ക് കാണാനിടയായിത്തീർന്നു. അതുകൊണ്ടൊരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളാം. നോക്കണേ, പ്രതിസന്ധി വരും, വേദനകളൊക്കെ വരും. നിങ്ങളൊരു കാര്യം, ഈ ഒരു വലിയ ദൈവമകൻ എന്നല്ല ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിച്ചു കൊള്ളട്ടെ. പ്രതിസന്ധി വരുമ്പോൾ ഭാരപ്പെടണ്ട, നിരാശപ്പെടണ്ട. ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കാൻ തയ്യാറാകെ. ദൈവം നിങ്ങളെ മാനിക്കുവാനിടയായിത്തീരുന്നു. നിങ്ങളുടെ ഏത് സാഹചര്യം ആയിക്കൊള്ളട്ടെ, ഏത് പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, ഏതൊരു വേദനകളായിക്കൊള്ളട്ടെ, ജോലിയിലുള്ളതായിക്കൊള്ളട്ടെ, സാമ്പത്തികമായിക്കൊള്ളട്ടെ, ദൈവമുഖം അന്വേഷിക്കാൻ തയ്യാറാണോ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ. നമുക്കറിയാം, മർത്തോമ സമുദായത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന ഒരു അനുഗ്രഹീത ഒരു ദൈവദാസിയായിരുന്നു അന്നമ്മ മാമൻ എന്ന് പറയുന്ന ഒരു ദൈവദാസ്. കർത്താവിൻ്റെ വേലയോടനുബന്ധിച്ച് കർത്താവിൻ്റെ വേലയിലേക്ക് കടന്നു വന്നപ്പോൾ നിരവധി പ്രശ്നങ്ങളിലൂടെ സഹോദരി കടന്നു പോകേണ്ടിയിരുന്നു. കർത്താവിൻ്റെ വേല നിമിത്തം വീട്ടുകാർ പോലും പറഞ്ഞു, തിരികെ പോരെ, വീട്ടിലേക്ക് പോരെ, അവിടെ എല്ലാ സൗകര്യങ്ങളുണ്ടല്ലോ, ഇത് വിട്ടിട്ട് നീ സുവിശേഷ വേല വിട്ടിട്ട് തിരികെ പോരാൻ സഹോദരിയെ അവർ പ്രോത്സാഹിപ്പിക്കുക, എന്താ പറയുക, തിരികെ വരാൻ പറഞ്ഞ് അവർ വിളിക്കുകയാണ്. പക്ഷേ ആ സഹോദരി ആ പിടിച്ച വിശ്വാസത്തിന് കണ്ട് ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് നമുക്ക് കാണാനിടയായിത്തീരുന്നു. അദ്ദേഹത്തിൻ്റെ ആ സഹോദരിയുടെ കഷ്ടതയുടെ മധ്യത്തിൽ അദ്ദേഹം പതറിപ്പോകാതെ എഴുതിയൊരു പാട്ട് നമ്മൾ ഇന്നും പാടുന്നുണ്ട്. ഞെരുക്കത്തിൻ അപ്പം ഞാൻ തിന്നെന്നാലും, കഷ്ടത്തിന് കണ്ണുനീർ കുടിച്ചെന്നാലും, ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും,
എല്ലാം പ്രതികൂലമായെന്നാലും യാത്ര ചെയ്യും ഞാൻ ക്രൂശേ നോക്കി. ഹല്ലേലൂയ. യാത്ര ചെയ്യും ഞാൻ ക്രൂശേ നോക്കി. അതുകൊണ്ട് പ്രതിസന്ധി ഇല്ലെന്നല്ല, പ്രശ്നങ്ങൾ വരികയില്ലെന്നല്ല. ക്രൂശേ നോക്ക്, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്ക്. വേദനകൾ വരും, പ്രതികൂലങ്ങൾ വരും, പ്രതിസന്ധികൾ വരും. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാനിടയെ തീരണം. യഹോശാഫാത്തിന് ധനമുണ്ടായിരിക്കാം, മാനമുണ്ടായിരിക്കാം, ഉന്നതമാകുന്ന ചങ്ങാത്തങ്ങളുണ്ടായിരിക്കാം. പക്ഷെ പ്രതിസന്ധി വന്നപ്പോൾ ദൈവത്തിങ്കിലേക്ക് നോക്കാനിടയെ തീർന്നു. അതുകൊണ്ടൊരു കാര്യം ഞാൻ ആത്മാവിൽ ഒരു പ്രബോധനം വന്നില്ല ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. പ്രതിസന്ധികൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ ദൈവമുഖം അന്വേഷിക്കുന്നവരായി തീരണം. ദൈവമുഖം അന്വേഷിക്കുന്നവരായി തീരണം. ലോകം വല്ലാത്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. നിങ്ങൾക്കറിയാം, ഈ ലോകം ആകമാന ചുറ്റുപാടുകൾ നിങ്ങൾ നോക്കിക്കോളൂ. എവിടെ നോക്കിയാലും യുദ്ധങ്ങളും യുദ്ധസ്ഥിതികളും. ഈ രാജ്യം തന്നെ നോക്കൂ, സമാധാനമില്ലാതെ സന്തോഷമില്ലാത്ത അനേക കാര്യങ്ങൾ, എത്ര പ്രതിസന്ധികളാണ്. നിങ്ങൾ ഈ ലണ്ടൻ പട്ടണത്തിൽ നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം എന്തെല്ലാം പ്രതിസന്ധികളാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അയർലൻഡ് പോലുള്ള രാജ്യങ്ങൾ, ഈ മിഡിൽ ഈസ്റ്റ്, എവിടെ നോക്കിയാലും അസമാധാനങ്ങൾ നിറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഈ പ്രതിസന്ധികളുടെ നടുവിൽ ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഞാൻ പ്രബോധിച്ചു കൊള്ളട്ടെ. നിങ്ങൾ ദൈവമുഖം അന്വേഷിക്കുന്നവരായി തീരണം. ദൈവമുഖം അന്വേഷിക്കുന്നവരായി തീരണം. ഒരാളെ കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാനായിരിക്കും. ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ ദാനിയേൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നമുക്കറിയാം. ദാനിയേൽ ദൈവം കൂടെ ഉള്ളത് കൊണ്ട് അവൻ ശുഭപ്പെട്ടിരുന്നെന്നാണ് ദാനിയേലിനെ പറ്റി പറയാനെടുത്തിരുന്നത്. നമുക്കറിയാം, അതിൻ്റെ ചരിത്രങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. BC 557 നടന്നൊരു ചരിത്ര സംഭവമാണല്ലോ ദാനിയേലിൻ്റെ ചരിത്രമെന്ന് നമുക്ക് കാണുവാനിടയെത്തിരുന്നു. ബാബിലോണിൽ രാജാവാകുന്ന നെബൂഖദ്നേസർ അവരെ ജെറുസലേമിലേക്ക് അടിമകളായി കൊണ്ടുപോകുന്ന ചരിത്രം നമുക്ക് കാണാനെടുത്തിരുന്നു. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ഒരു വിശ്വസ്തനായിരുന്നൊരു ചെറുപ്പക്കാരനായിരുന്നു ദാനിയേൽ എന്ന് നമുക്ക് കാണാനെടുത്തിരുന്നു. അവനായിരുന്നിടത്ത് അവൻ ഉത്കൃഷ്ട മാനസനായിരുന്നെന്നാണ് പറഞ്ഞത്. അവനൊരു ഒരു മാനസനായ ഒരു ദൈവവേദലായിരുന്നു നമുക്ക് കാണാനെടുത്തിരുന്നു. അവനെ ആക്കിയിരുന്ന അവൻ വിശ്വസ്തനായിരുന്നു. ഇന്ന് ഭൂമിയിൽ വിശ്വസ്തന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. വിശ്വസ്തന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് ലോകത്തിലെ ശ്രേഷ്ഠന്മാരാകുന്ന പലരും നോക്കിയോ, അവരൊന്നും വിശ്വസ്തരല്ല. ഇന്ന് ദൈവമക്കൾ എന്ന് പറയുന്ന പലരും വിശ്വസ്തരല്ല, അവിശ്വസ്തരായിക്കൊണ്ടിരിക്കുകയാണ്. ദൈവദാസന്മാരുടെ ഇടയിൽ, ദൈവമക്കളുടെ ഇടയിൽ വിശ്വസ്തന്മാരെ കാണാനില്ല. എന്നാൽ ദാനിയേലിനെ നോക്കി, ദാനിയേലിനെ പറ്റി അവൻ വിശ്വസ്തനായിരുന്നു. ദൈവം നിന്നെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്, ഈ ചർച്ചിൽ നിന്നെ ആക്കി വെച്ചിരിക്കുന്നത് ഒരു വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ നിൽക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ. ഇവിടെ ശ്രേഷ്ഠന്മാരില്ലാഞ്ഞിട്ടല്ല, ഇവിടെ നിങ്ങളെക്കാൾ ഉന്നതന്മാരില്ലാഞ്ഞിട്ടൊന്നും അല്ലല്ലോ. ദൈവം നിങ്ങളെ ദൈവസഭയുടെ ഭാഗമാക്കി വെച്ചിരിക്കുന്നത് വിശ്വസ്തയോടെ നിൽക്കാനിടയെ തീരണം. ദാനിയേൽ വിശ്വസ്തനായിരുന്നു, ഉത്കൃഷ്ട മാനസനായിരുന്നു എന്ന് കാണാനിടയെത്തിരുന്നു. നോക്കണേ, ഞാൻ അധികം ഉദാഹരണങ്ങളിലേക്കൊന്നും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. പലരും അവിശ്വസ്തതയിലൂടെ കടന്നു പോകുമ്പോൾ വിശ്വസ്തയോടെ ദൈവം നമ്മളെ നിർത്താൻ ആഗ്രഹിക്കുന്നു. എങ്ങനെയൊക്കെ വിശ്വസ്തനാകാം? മത്തായിയുടെ സുവിശേഷത്തിൽ 22-ാം അധ്യായത്തിൽ 37 പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഏറ്റവും വലിയ കൽപ്പന എന്നുള്ളത് സ്നേഹിക്കുക എന്നുള്ള. സ്നേഹിക്കുന്ന കാര്യങ്ങളിലൊക്കെ പലരും അവിശ്വസര. പലരും ഞാനും ഈ രാജ്യത്തൊക്കെ 13 വർഷങ്ങളായി. പലരും ഉന്നത ശ്രേണിയും ഇച്ചിരി പൈസയൊക്കെ ആയി കഴിയുമ്പോൾ പലതും ഇങ്ങനെ അറ്റുപൊക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. എന്നാൽ ഇവിടെ പറഞ്ഞു, സ്നേഹിക്കുന്ന കാര്യത്തിൽ വിശ്വസ്തരായി തീരണം. ഈ കൽപ്പന പറഞ്ഞിരിക്കുന്ന മത്തായി 22:37 പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ എന്ത് ചെയ്യണം? സ്നേഹിക്കുവാനിടയെ തീരണം. ദൈവത്തെ നീ എങ്ങനെയാണ്? ദൈവത്തെ നീ സ്നേഹിക്കുവാനിടയെ തീരണം. ആ കാര്യത്തിൽ നീ വിശ്വസ്തനായി തീരണം. അതുപോലെ തന്നെ സ്നേഹിക്കുന്ന കാര്യത്തിൽ, സേവിക്കുന്ന കാര്യത്തിൽ, ദൈവത്തെ സേവിക്കുന്ന കാര്യത്തിൽ നീ വിശ്വസ്തനായി തീരുവാനിടയെ തീരണം. അതുപോലെ തന്നെ ബന്ധങ്ങളിൽ നീ വിശ്വസ്തനായി തീരണം. ബന്ധങ്ങളൊക്കെ അകലിച്ച് ഈ പട്ടണത്തിൽ, ഈ രാജ്യത്ത് ഉള്ള ബന്ധങ്ങളുടെ സ്ഥിതികളൊക്കെ നമുക്കറിയാം. നമ്മുടെ കൂടെയൊക്കെ പല രീതിയിലുള്ള ബന്ധങ്ങൾ നമുക്കറിയാം. പക്ഷെ നമ്മുടെ ആക്കിയിരിക്കുന്ന ബന്ധങ്ങളിൽ അവിടെ നമ്മൾ വിശ്വസ്തരായി തീരണം. അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ, ദാനം കൊടുക്കുന്ന കാര്യങ്ങളിൽ വിശ്വസ്തനായി തീരുവാനിടയെ തീരണം. ഇങ്ങനെയൊക്കെ നാം വിശ്വസ്തനായി തീരുവാനിടയെ തീരണം. ദാനിയേൽ അവനെ ആക്കിയിരുന്ന മേഖലകളിൽ വിശ്വസ്തനായി തീരുവാനിടയായി തീർന്നു. നോക്കണേ, 6-ാം അധ്യായത്തിലാണ് ദാനിയേലിൻ്റെ കാര്യങ്ങൾ പറഞ്ഞത്. 6-ാം അധ്യായത്തിൻ്റെ 5-ലൊക്കെ പറഞ്ഞു, അവനൊരു പുതിയ പൊസിഷനൊക്കെ കിട്ടി. ഈ 122 ആൾക്കാർ വന്ന് എന്ന് പറയുക, അവനെതിരെ പ്രസ്താവനകൾ. 6-ാം അധ്യായം നിങ്ങൾ മുഴുവൻ വായിക്കുമ്പോൾ അറിയാം. പുതിയ പ്രതിസന്ധികളൊക്കെ കടന്നു വരുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നത് അറിയാം? 6-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങളിലൊക്കെ പറയുന്നു,
താൻ മുമ്പ് ചെയ്തു വന്നതുപോലെ. യെസ്, എപ്പോഴാണ് താൻ മുമ്പ് ചെയ്തു വന്നതുപോലെ ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുവാനായ അദ്ദേഹം തയ്യാറാകുവാനിടയെത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു പ്രതിസന്ധി വരുമ്പോഴോ ഒരു വേദനകൾ വരുമ്പോഴോ അല്ല, ഏത് സാഹചര്യത്തോടും ദൈവത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾ വിശ്വസ്തരായി തീരുവാനിടയെത്തുന്നു. ഹല്ലേലൂയ! ഇത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു ചർച്ച്, ഇത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു ഹോള് ദൈവം നിങ്ങൾക്ക് തന്നല്ലോ. നിങ്ങളെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിങ്ങൾ വിശ്വസ്തയോടെ കർത്താവിൻ്റെ വേല ചെയ്യുവാനിടയെത്തിരണം. കർത്താവിന് വേണ്ടി നിലകൊള്ളുവാനിടയെത്തിരണം. കാലങ്ങൾ ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. ലോക സംഭവങ്ങൾ, ചരിത്ര സംഭവങ്ങളൊക്കെ കർത്താവിൻ്റെ വരവിനെ വിളിച്ചറിയിക്കുകയാണ്. ഇവിടെ നിങ്ങളെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ വിശ്വസ്തനായി തീരണം. ദാനിയേൽ എന്താണ്? താൻ മുമ്പ് ചെയ്തു വന്നതുപോലെ, ഹല്ലേലൂയ, രാജ്യത്തിൻ്റെ നിയമങ്ങളെതിരായി, കൂട്ടുകാരെതിരായി, എല്ലാവരും എതിരായി. എതിരായി വന്നപ്പോൾ താൻ മുമ്പ് ചെയ്തു വന്നതുപോലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായി വീണ്ടും പോകുവാനിടയെത്തിരുന്നു. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവമുഖം അന്വേഷിക്കുന്ന ദൈവമക്കളായി തീരുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരും ദൈവം അഭിഷേകം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവമുഖം അന്വേഷിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ! എന്നിട്ടും പ്രതിസന്ധി ഇല്ലെന്നല്ല കേട്ടോ, പ്രാർത്ഥിച്ചിട്ടും സിംഹക്കുഴി വീണില്ലേ? ദൈവമുഖം അന്വേഷിച്ചിട്ട് സിംഹക്കുഴി വീണില്ലേ? സിംഹക്കുഴി വീണു. സിംഹക്കുഴി വീണു. 6-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ മതി. 16-ാമത്തെ വാക്യങ്ങളിലൊക്കെ കാണാനിടയെത്തിരുന്നു. എന്നാൽ നോക്കണേ, അതിൻ്റെ റിസൾട്ട് നമുക്കറിയാം. ഈ സിംഹക്കുഴിയിൽ വീണാലും ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരത്ഭുതം തൻ്റെ മകന് വേണ്ടി ചെയ്തെങ്കിൽ, വാത്സല്യ സുഹൃത്തെ, വാത്സല്യ പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം പറയാം. ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ ദൈവം നിനക്ക് വേണ്ടി ചെയ്യുവാനിടയായി തീരും. ഹല്ലേലൂയ! ദൈവമുഖം നീ അന്വേഷിക്കുക, വിശ്വസ്തയോടെ നിൽക്ക്. ദൈവം നിന്നെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നീ വിശ്വസ്തയോടെ നിൽക്ക്. സ്നേഹിക്കുന്ന കാര്യത്തിൽ, ദാനം കൊടുക്കുന്ന കാര്യങ്ങളിൽ, ബന്ധങ്ങളിൽ, ഇടപാടുകളിൽ ഒക്കെ നീ വിശ്വസ്തയോടെ കർത്താവിൻ്റെ മുഖം അന്വേഷിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാനിടയായി തീരുന്നു. ഈ 2 പേർ, യെഹോശാഫാത്ത് ദൈവമുഖം അന്വേഷിച്ചു, ദൈവത്തിലേക്ക് ആശ്രയിക്കുവാനിടയായിത്തീരുന്നു. ദാനിയേൽ ദൈവമുഖം അന്വേഷിച്ചു, ദൈവത്തിലേക്ക് ആശ്രയിക്കാനെടുത്തിരുന്നു. അവരെ കണ്ടിട്ടില്ലാത്ത യെഹോശാഫാത്ത് യുദ്ധം ജയിച്ചത് എങ്ങനെയാണ് നോക്കണേ? ശത്രു സൈന്യം ആരവം കേൾപ്പിച്ച് ശത്രുക്കളെ തോൽപ്പിച്ചെന്നാണ് യെഹോശാഫാത്ത് 20-ാം അധ്യായം 2 താന്നെങ്കിൽ കാണാനെടുത്തിരുന്നത്. അങ്ങനെയെങ്കിൽ ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. വിശ്വസിക്കുക. കരങ്ങൾ ഉയർത്തി സന്തോഷത്തോടെ ദൈവത്തിന് മുഖത്തും കരയേറ്റിയാട്ടെ. ഈ സങ്കീർത്തനം ഇങ്ങനെ പറയുന്നു: എൻ്റെ മുഖം അന്വേഷിക്കുവിൻ എന്ന് നിന്നിൽ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? യഹോവേ, ഞാൻ നിൻ്റെ മുഖം അന്വേഷിക്കുന്നു. ഈ സങ്കീർത്തനത്തോട് ചേർന്ന് എന്ന് ഒരു തീരുമാനത്തോടെ നമ്മൾ കടന്നു പോകണം. ദൈവമേ, ഞാനും അങ്ങയുടെ മുഖം അന്വേഷിക്കാൻ ഞാൻ തയ്യാറാകുന്നു. എനിക്കൊരു ദൈവശബ്ദം വേണം, എനിക്കൊരു ദൈവത്തിൻ്റെ ആലോചന വേണം. അല്ലെങ്കിൽ അവരും പറയുന്ന കേട്ടല്ല, എനിക്കൊരു റിയൽ ഒരു ദൈവത്തെ, ഒരു വോയിസ് ഓഫ് ഗോഡ്, എനിക്കൊരു ദൈവശബ്ദം വേണം. എനിക്ക് ആ ദൈവമുഖം അന്വേഷിക്കുവാൻ എന്നെയും പ്രാപ്തനാക്കണേ, എന്നെ ഇടയാക്കണമെന്നുള്ള ആഗ്രഹത്തോടെ, പ്രാർത്ഥനയോടെ ഈ ഹോൾ വിട്ടിന്ന് പോകാവുള്ളേ എന്ന് ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ ഓർമ്മിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, ദൈവം നിങ്ങളെ സഹായിക്കും. ഈ ചർച്ച് ഇത്രയും ശ്രേഷ്ഠകരമായി അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കാണുവാനും പ്രിയ അച്ഛനോട്, പ്രിയ ദേവദാസനോടും കുടുംബത്തോടും ഒന്നിച്ച് ഇങ്ങനെ ആയിരിക്കാനൊക്കെ ദൈവം അവസരങ്ങൾ ഒരുക്കുമല്ലോ. നൽകപ്പെട്ട അവസരങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവിന് വേണ്ടി നിൽപ്പാൻ, കർത്താവിന് വേണ്ടി വിശ്വസ്തരായി തീരേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഒന്നിച്ച് ഇങ്ങനെ കൂടാനൊക്കെ ദൈവം അവസരങ്ങൾ ഒരുക്കുമല്ലോ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.